സ്നേഹമുള്ളവരെ, സെൻറ് ജോർജ് ചർച്ച് കരുണാപുരം സൺഡേ സ്കൂളിൻ്റെയും ഭക്ത സംഘടനകളുടെയും വാർഷിക പൊതുയോഗമാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ കാണുന്നത്. അതുപോലെ നല്ല പുൽക്കൂടുകൾക്കുള്ള സമ്മാനദാനവും ഇതിനോടുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി, ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി, ഒരു സ്വരമായി അണയാമീ ബലിവേദി. ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ, ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ. ജീവനും വെളിച്ചവുമാകാൻ എന്നുള്ള ആഹ്വാന സീറോ മലബാർ മാതൃവേദിയുടെ ആഹ്വാനം സ്വീകരിച്ച് കർമ്മവിധികളെ ചരിത്ര സാക്ഷികളാക്കി മാറ്റിയ എന്നിവരെ തിരഞ്ഞെടുത്തു. 2024 ആഗസ്റ്റ് മാസത്തിൽ നടന്ന കൊറോണ ലീഗ് 2024-25 വർഷത്തെ ഉത്ഭവത്തിലും ശൈലിയിലും പാരമ്പര്യത്തിലും കത്തോലിക്ക സ്വഭാവമുള്ള ഒന്നാണ്. ഈ സംഘടനയിലെ കൃത്യമായി അറിയാം. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കട്ടെ, അമ്പാട്ടത്തിൻ്റെ പേരാണ് എല്ലാവരും നിർദ്ദേശിച്ചത്. അത് വളരെ മനോഹരമായി നടത്തുകയും നമ്മുടെ ഈ സെമിനാരി ഡയറക്ടറാണ് എങ്കിൽ പോലും നമ്മുടെ ഇടവകയെ മനസ്സിൽ കരുതി, സ്വന്തമെന്ന് കരുതി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓടിയെത്തുന്ന റെക്ടറച്ചൻ അമ്പാട്ടച്ചന് ആയിട്ടുള്ളൂ എങ്കിൽ പോലും വളരെ ഭംഗിയായി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും അതേപോലെ കുട്ടികൾക്കും യുവാക്കൾക്കും ഒക്കെ ആവേശം പകർന്നുകൊണ്ട് എല്ലാവരെയും നയിക്കാനായി മനസ്സ് കാണിച്ചുകൊണ്ട് വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ജവനച്ചനും എല്ലാവരുടെയും പേരിലും വളരെ സ്നേഹത്തോടെ നന്ദി പറയുക. മാതാപിതാക്കൾ, അതേപോലെ മറ്റ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികൾ, മറ്റ് എൻ്റെ വാക്കുകൾ ഉപസ്ഥിതിക്കും. ആയിരിക്കുന്ന ഷിനോജ് മുട്ടത്തിൽ, സുനോജ് മുട്ടത്തിൽ. ചേന ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്ന തങ്കച്ചൻ കണ്ണമംഗലം. ഷാജി മരുതോല 2 സമ്മാനങ്ങൾ. സിറിയക്ക് മനിയാനി കപ്പ 1ാം സ്ഥാനം. കാച്ചിൽ 1ാം സ്ഥാനം. ഷാജി മരുതോൽ 3ാമതൊരു സമ്മാനം കൂടി. ജോജി പൊളിച്ചമാക്കൽ കാച്ചിൽ 1ാം സ്ഥാനം. ഇനി പുൽക്കൂടിൻ്റെ സമ്മാനമാണ്. ലിസ്റ്റ് ഒന്നിച്ച് വായിക്കും. പെട്ടെന്ന് എല്ലാവരും വരികയാൽ നമ്മുടെ സമയം പോകും. ലിസ്റ്റ് വായി പെരുകിൽ. യൂണിറ്റ് 6
സ്വാമി കാരക്കൽ. യൂണിറ്റ് 7 സാബു പറപ്പള്ളി. യൂണിറ്റ് 8 മനോജ് താഴത്തുപറമ്പിൽ. യൂണിറ്റ് 9 തോമസ് ആലക്കാട്ട് പറമ്പിൽ. യൂണിറ്റ് 10 സിബി വിറകുടിയനാൽ. യൂണിറ്റ് 11 സുനോജ് മുട്ടത്തിൽ. യൂണിറ്റ് 12 ടോമി തെക്കേമുറി. യൂണിറ്റ് 13 സാജു കോഴിപ്പാടത്ത്. യൂണിറ്റ് 14 കത്രീന തുപ്പലഞ്ഞി. യൂണിറ്റ് 15 ജോസ് തെക്കുംപറമ്പിൽ. യൂണിറ്റ് 16 അലൻ സോജൻ വാതക്കുടത്ത്. യൂണിറ്റ് 17 മാർട്ടിൻ പുളിച്ചമാക്ക്. ആരാധനയ്ക്കേറ്റം യോഗ്യനായ അനശ്വരനായ തമ്പുരാനേ. യൂണിറ്റ് 8 മനോജ് പൊങ്ങൻപാറ. യൂണിറ്റ് 9 സിജോ കാഞ്ഞിരത്തമ്പൂട്ടിൽ. യൂണിറ്റ് 10 ജോർജ് കാര്യമറ്റം. യൂണിറ്റ് 11 2 പേര് ആൽബിൻ തെക്കേ വിലങ്ങുപാറ അരുൺ ചിറ്റിലപ്പള്ളി. യൂണിറ്റ് 12 വർഗീസ് നക്കരക്കുന്നേൽ. യൂണിറ്റ് 13 ബാബു വട്ടക്കുന്നേൽ. യൂണിറ്റ് 14 ആന്റണി പീടികപ്പറമ്പിൽ. യൂണിറ്റ് 15 സാജു ഒറീത്തായിൽ. യൂണിറ്റ് 16 ഓജസ് മേനപ്പാട്ട് പടിക്കൽ. യൂണിറ്റ് 17 ജിജോ പുളിച്ചമാക്കൽ. തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ചേട്ടാ പോലെ
നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം, കേൾക്കണേ. ദാവീദും ഗോലിയാത്തും. ഇസ്രായേൽ ദേശത്തെ ഒരു കൊച്ചു ബാലകനാണ് ദാവീദ്. 8 സഹോദരന്മാരിൽ അവൻ ഇളയവനാണ്. അവൻ തന്റെ പിതാവിന്റെ ആട്ടിൻപറ്റങ്ങളെ മേയിച്ചു കൊണ്ടിരുന്നു. തമ്പിലും വിട്ടുന്നതിൽ അവൻ പ്രഗത്ഭനായിരുന്നു. അക്കാലത്ത് അയൽദേശക്കാരെ ഫിലിസ്ത്യർ പലപ്പോഴും പാവപ്പെട്ട ഇസ്രായേൽക്കാരെ ആക്രമിക്കുമായിരുന്നു. അവർക്ക് നേതാവായി ഗോലിയാത്ത് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഭീമാകാരൻ, മല പോലെയുള്ളവൻ, 6 മുഴത്തിലധികം ഉയരം, അതിനൊത്ത വണ്ണം, തലയിൽ പിച്ചള തൊപ്പി. ഇത് കണ്ടാൽ ആരെങ്കിലും വിറയ്ക്കാതിരിക്കുമോ? ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ലായിരുന്നു. ഫിലിസ്ത്യരുടെ ശല്യം മൂലം ഇസ്രായേൽക്കാർക്ക് കിടന്നു പൊറുക്കാൻ കഴിയാതായി. അവിടുത്തെ സാവു രാജാവിലും ഭയന്ന് വിറച്ചായിരുന്നു കഴിഞ്ഞിരുന്നത്. അക്കാലത്ത് അയൽദേശത്ത്
മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ Big Boss. You're in the Big Boss. Emmanuel, Emmanuel, எனக்காக பிறந்தவரே மெசியா, மெசியா, என்னை ஆசீர்வதிப்பவரே Emmanuel, Emmanuel, எனக்காக பிறந்தவரே மெசியா, மெசியா, என்னை ஆசீர்வதிப்பவரே உம்மை ஆராதிக்க பாடி துதிக்க போதாதையா என் நாட்கள் எல்லாம் உம்மை ஆராதிக்க பாடி துதிக்க போதாதையா என் நாட்கள் எல்லாம் அல்லேலூயா 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 கெரித்து ஆற்றிலும் சராபத்திலும் கூட இருந்தவரே சூரச்செடியின் கீழில் இருந்தென்னை உயர்த்தி நடத்தினோரே கெரித்து ஆற்றிலும் சராபத்திலும் கூட இருந்தவரே சூரச்செடியின் கீழில் இருந்தென்னை உயர்த்தி நடத்தினோரே அல்லேலூயா 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 அல்லேலூயா
சிங்கத்தின் கதியிலும் அக்கினி சுளையிலும் கூட இருந்தவரே மனிதன் முன்பாக குனிந்து நில்லாமல் உயர்த்தி நிறுத்தினீரே சிங்கத்தின் கதியிலும் அக்கினி சுளையிலும் கூட இருந்தவரே மனிதன் முன்பாக குனிந்து நில்லாமல் உயர்த்தி நிறுத்தினீரே Hallelujah.
അതാ ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ സ്കൂളിൽ വരുമ്പോ ഈ വേഷത്തിൽ വരരുതെന്ന്. ആ കുര്യാക്കോസിന്റെ കയ്യും കാലും പിടിച്ചിട്ട് അങ്ങനെ ആ കോട്ട് തന്നത് അത് ഇട്ടോണ്ട് വരാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ കുര്യാക്കോസിന്റെ കോട്ട് ഒന്നും ഉണ്ടായിരുന്നേ. കുര്യാക്കോസിന്റെ കോട്ട് വെച്ച് മഴക്കോട്ട് ഇട്ടോ ഇത്ര കിടക്കും. അതിട്ടാണ് ഞാൻ വന്നത്. ഈ സ്കൂളിന്റെ സ്റ്റാൻഡിലൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ വരണം. എന്റെ കാലിലോട്ടൊന്നും വയ്ക്കും. അയ്യോ ഇതാരെ ചിലപ്പോ ഷേർലിയുടെ ഷേർലിയുടെ എന്റെ പൊന്നിട്ട് കേരള ചെരുപ്പം മാറ്റി അതിനകത്ത് വല്ല കല്ല് കാണിച്ചു കഴിഞ്ഞാൽ എത്ര വീട് തേക്കാനാണെന്നറിയാം. അതിന്റെ കല്ല് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഇവളെന്താണ് മുടിപ്പിച്ചാണ് നിങ്ങളോട്. ഇവിടുത്തെ ടീച്ചർ കുഞ്ഞിനോട് ചോദിക്കും പേരെന്താന്ന് ചോദിക്കുമ്പോ എന്ത് പറയും? ചിന്നു. അങ്ങനെ പറഞ്ഞ് ഇറങ്ങി വരുമ്പോ കിറുകടി ഞാൻ കുത്തും. അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെന്താ അവർ ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കും. അപ്പൊ മോള് പറയണം മൈ നെയിം ഈസ് ആൻ മരിയ ഫെർണാണ്ടസ് എന്ന് പറയണം. ആ പേര് നമ്മൾ ഈ സ്കൂളിലേക്ക് വരുമ്പോ മാറ്റാന്ന് പറഞ്ഞില്ലേ? എന്നെ മാറ്റാൻ നന്നായി മോനെ. എന്നാ ഫെർണാണ്ടസ് വിളിച്ചോ, ഞാൻ വിളിയേട്ടാ പോലെ. ഓക്കെ എന്നാ ശരി. ഗുഡ് മോർണിംഗ്. ഹലോ പ്രിൻസിപ്പൾ ആണോ സാറേ? പ്രിൻസിപ്പൽ സാർ എന്നാ? ഹലോ പ്രിൻസിപ്പൽ സാറാണോ? അല്ല, പിന്നെ പ്രിൻസിപ്പളിന്റെ പേര് സാറാരാ? ഞാൻ ഡ്രൈവറാ. ഏത് സ്കൂളിന്റെ ഡ്രൈവറാ. സ്കൂളിന്റെ ഡ്രൈവറാണ്. എന്റെ താക്കോല് പോയി തപ്പുവാ. ഇവിടെ ഇതാണോ? അയ്യോ ബസ്സിന് താക്കോല. കണ്ണ് കാണാനും പാടില്ല കേട്ടോ സ്കൂളിന്റെ ഡ്രൈവർക്ക്. നിങ്ങളെ അഡ്മിഷൻ വന്നാ? ഞങ്ങൾ കൊച്ചിനെ ചേർക്കാൻ വേണ്ടി വന്നാ. എത്ര വർഷമായി സ്കൂളില്? ഞാൻ 20 വർഷമായി. 20 വർഷമായിട്ട് സ്കൂളിലുണ്ട്. ഇവിടെ ഉണ്ട്. കണ്ണ് കാണാൻ പാടില്ല. ഇതിനും കൊച്ചുങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്കൂൾ വണ്ടി പോകുമ്പോ ആക്സിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം എന്നാ വല്ല ടയർ പഞ്ചറായതുകൊണ്ട് അങ്ങനെ വല്ലതാണോ?
അങ്ങനൊന്നുമല്ല, അതൊക്കെ നിസ്സാര കേസല്ലേ. പിന്നെ ഇത് വണ്ടി ഇടിച്ച് തവിട് പൊടിയായി പോയി. എന്റെ ദൈവമേ, കൊച്ചിനെ എങ്ങനെ ധൈര്യപ്പെട്ട് കൂടി. അതെ, ഒരു സ്കൂൾ ബസ് മറ്റേ തനിയുടെ ആയി തൽപ്പണായി പോയെങ്കിൽ എതിരെ വന്ന പാർട്ടിക്ക് എന്നാ പറ്റിയിട്ടുണ്ടാവും? എതിരെ വന്ന പാർട്ടിക്ക് നിൽക്കുവായിരുന്നു, ഒന്നും സംഭവിച്ചില്ല, കുറച്ച് തൊലി പോയി. അപ്പൊ അതെന്താ എന്നതിന്റെ ഇടിച്ചത്? മഹാഗണി സൈഡിൽ നിന്ന് മഹാഗണി വലിയ മരവേ അതിനൊക്കെ ഇടിച്ചത്. അതിന്റെ അടിച്ചത്? അതിനൊക്കെ ഇടിച്ചത്. അത് ശരി. അപ്പൊ അതിന്റെ കേസോ കാര്യങ്ങളോ? ഓ, മഹാഗണിയാണ്. ഞാൻ എന്നാ കേസ് പറയാൻ? ഒരു കേസില്ല, മഹാഗണിയായി പോയി. കേസ് പറഞ്ഞാലേ കേസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോ ഫോൺ വിളിച്ചോണ്ട് വണ്ടി ഓടിക്കുന്നു. ഞാനാ കൊച്ചിന് വല്ല മാറിയായിരിക്കും. ഞാനും അങ്ങനെ ചെയ്യത്തില്ല. ഫോൺ വിളിച്ചാൽ വണ്ടി ഓടിച്ചു. എന്റെ കൊച്ചു പറയത്തില്ല. ഫോൺ ചെയ്തോണ്ട് വണ്ടി ഓടിച്ചാൽ അതൊക്കെ തെറ്റല്ലേ? എന്റെ മക്കളാണ് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ അങ്ങനെ ചെയ്യത്തില്ല. അലറണ്ട, കൊച്ചു നുണ പറയത്തില്ല. കൊച്ചു പറഞ്ഞു ആ സംഭവം ശരിയായിരിക്കും. പക്ഷെ ഞാൻ ആരെയും ഫോൺ ചെയ്തില്ല. എനിക്ക് ഇങ്ങോട്ട് വന്ന ഫോൺ അറ്റൻഡ് ചെയ്യണം. എനിക്കാണ് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വിളിക്കാൻ ബാലൻസ് പോലും ഇല്ലായിരിക്കുന്നവനാ ഞാൻ. ഇത് ഇത്തവണ വരുന്ന പിള്ളേർക്കുള്ള അഴിച്ചിട്ട നാണക്കടല്ലേ? അഡ്മിഷൻ വല്ലതും വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. ഞാൻ വിളിക്കാം. ഗുഡ് മോർണിംഗ്. അത് തന്നെ. ഓക്കെ ഓക്കെ. നോ, ഐ എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. സ്റ്റുഡോ. ഡ്രൈവറിനെ പുറത്ത് പുള്ളി പുറത്തേക്ക് ഡ്രൈവറല്ലേ പുറത്തേക്ക് സാറിനോട് സംസാരിക്കാൻ കൊച്ചിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. പുറത്തേക്ക് അച്ഛനാ ഭാര്യ എവിടെ പോയാലും ഇത് തന്നെ. സാറിന് പറ്റിപ്പോയല്ലേ? പരമത്തൊക്കെ ആർക്കും പറ്റും സാറേ. നിങ്ങൾക്കെല്ലാം അർത്ഥം പറ്റിയത് ഇതിനാണ്. കൊച്ചിനൊന്ന് ചേർക്കാനായിട്ടാണ്, മോളെ ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. സാറാണ് ഞാനാണ് ഈ സ്കൂളിന്റെ EMT. ഞാൻ ഒന്നാനുള്ള ഈ സ്കൂളിന്റെ പറഞ്ഞോളൂ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ സ്കൂൾ മുതലാളി. മുതലാളിയാണ്. എന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. സാറിന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. ദേവസ്വം മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് വായിച്ചില്ലേ? മെമ്മോറിയലോ? അയ്യോ, ഈ മെമ്മോറിയലിനൊക്കെ ഈ മരിച്ചതിന് ശേഷമല്ലേ ഈ മെമ്മോറിയലൊക്കെ വെക്കണം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഫുട്ബോളൊക്കെ വെക്കുമ്പോഴേ മറിയാമ്മ മെമ്മോറിയൽ ഫുട്ബോൾ ഓൾ ട്രോഫി എന്നൊക്കെ പറഞ്ഞ് വെക്കാറുണ്ട്. അത് മരിച്ചതിന് ശേഷമാണ്. മരിച്ചതിന് വെച്ചാൽ അല്ല, മരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ നമ്മളെ സ്കൂളിൽ നമ്മളെ പേരിൽ സ്കൂൾ ഉണ്ടോ ഇല്ലേ? മറ്റുണ്ടോ ഇല്ല മെമ്മോറിയൽ എന്നറിയാം. നമ്മളെ പേരിൽ മറ്റു സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായി? ബുദ്ധി വേണം. ബുദ്ധിയുള്ള ആളാ. കൊച്ചിനൂടെ കിട്ടിയത് നന്നായി. കുട്ടിക്ക് ലാംഗ്വേജ് ഒക്കെ നല്ല ഭാഷയാണല്ലോ അല്ലേ? ഓക്കെ, അത് ഈ സ്കൂളിൽ മസ്റ്റ് ആണ് ലാംഗ്വേജ്. ഓക്കെ, പിന്നെ ഈ സ്കൂളിലെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അല്ല, വേറെ കാര്യമുണ്ട്, അത് പറഞ്ഞില്ല. നമ്മൾ വിഷയം ഇപ്പൊ ഇംഗ്ലീഷാണ് പഠിപ്പിക്കണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ പഠിക്കും. മലയാളമാണെങ്കിൽ മലയാളം തന്നെ പഠിക്കും. സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം തന്നെ പറയാം, സംസാരിക്കണം. അപ്പൊ കണക്കാണെങ്കിലോ? ഒന്ന് രണ്ട് പറഞ്ഞിരുന്നാൽ മതി, കുട്ടികളല്ലേ. കണക്കിന്റെ ക്ലാസ്സാണ് എളുപ്പം. അപ്പൊ അങ്ങനെ വേറെ സംസാരിക്കണം, ഒന്നും രണ്ടൊക്കെ സംസാരിച്ചാൽ മതി. പിന്നെ ഈ സ്കൂളിലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സ്കൂളിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതായത് ബാഗ്, ബുക്ക്, യൂണിഫോം, പിന്നെ ചെസ് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്, എല്ലാം ഈ സ്കൂളിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ പഠിക്കാനുമായിട്ട് എവിടെ പോകണം? ഏതെങ്കിലും വിവരമുള്ള ടീച്ചറെ ട്യൂഷൻ വെച്ചാൽ ഏതെങ്കിലും വിവരമുള്ള ടീച്ചർമാരെ ട്യൂഷൻ വെച്ചാൽ മതി. അതാണ് ഇവിടുത്തെ പരിപാടി. ഞങ്ങളെ യൂണിഫോം ഒക്കെ തയ്പ്പിച്ച് യൂണിഫോം മാറി, കളറില്ല മാറി. ഈ വർഷം വേറെ. അയ്യോ, അത് അങ്ങനെ വർഷം മാറ്റി കഴിഞ്ഞാൽ ഞങ്ങളെ പോലെ പാവപ്പെട്ടവർക്ക് അങ്ങനെ മാറ്റി എടുക്കാൻ പറ്റുമോ? അല്ല, എന്റെ അളിയൻ തുടങ്ങും. അളിയന്റെ കടയിൽ ഈ യൂണിഫോം ഇല്ല. അതുകൊണ്ട് അളിയന്റെ കടയിൽ വയ്ക്കാൻ പറ്റും. അളിയൻ തുടങ്ങിയ പിന്നെ അറിയാലോ, സ്കൂളില്ല. അളിയന്റെ കടയിൽ നിന്നാണ് ഇവിടെ സ്ഥിരം യൂണിഫോം. ഈ വർഷം ഇല്ലാന്ന്. അപ്പൊ ഇത് മോഡൽ ഇതാണോ? മോഡൽ ഇതല്ല, ഇനിയിപ്പോ ഷർട്ടും സ്കേർട്ടും ആണ് വരുന്നത്. അതെ, സെറ്റും ഷർട്ടും അതൊക്കെ. സ്കേർട്ട്. അപ്പൊ ഷർട്ടും സ്കേർട്ടും. ഓക്കെ, പാവാട. ഫ്രോക്ക് അല്ല, പാവാടയാണ് ഇന്ന് വരുന്നത്. ഇംഗ്ലീഷ് പറയോ? സ്കേർട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, മസ്റ്റ് ആയിട്ടും ടൈ കെട്ടണം. അത് കെട്ടും. ആ കാര്യം പറയാം. കുഞ്ഞെന്നാണ് മോലെ ആ കാര്യം ഞാൻ വിടാതെ പഠിപ്പിച്ചെങ്ങനെയാ. എന്ത് കേസ് എന്ത് തെറ്റ് ചെയ്താലും എന്റെ മുമ്പിൽ കൈ കെട്ടി അവിടെ നിൽക്കോളും. കൈ കെട്ടി കാണിച്ചു കൊടുത്തിരിക്കും.
കൈ അടിച്ച് കാണിച്ചു കൊടുത്ത്. അങ്ങനെ മാത്രമല്ല അത് പേരൊക്കെ പറഞ്ഞപ്പോ ഞാൻ പുറകെ കൈ അടിച്ചില്ല. അതിന്റെ ഒരു സംശയം. അച്ഛന് ഭയങ്കര പേടിയാട്ടോ കൊച്ചിന്. അതെ അതെ. ഇയാളെ വീട്ടിൽ കെട്ടിട്ട് കൈ കെട്ടാനല്ല പറഞ്ഞ ടൈ കെട്ടാൻ. ടൈ എന്താണെന്ന് അറിയാമോ? അതിന്റെ ഉപയോഗം അറിയാമോ? അതറിയാം. ചില ആപത്തുകൾ വരുമ്പോൾ അതൊക്കെ ഉപകാരപ്പെടും. പറയൂ. ജലദോഷമൊക്കെ വരുമ്പോൾ ചുമ്മാ സൗകര്യമില്ലല്ലോ അതിന് മൂക്ക് അടയ്ക്കാം. ഓക്കെ, അടുത്തത് എന്താന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ പഠന നിലവാരം അനുസരിച്ച് പാരന്റ്സിന് ഒരു ധാരണ ഉണ്ടാവുമല്ലോ, കുട്ടീനെ എന്താക്കാനാണ് അംബീഷൻ? അതിനൊന്നും വേറെ ചിന്തയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറാ. മിനി എഞ്ചിനീയർ, മിനി. വെറുതെ എനിക്ക് ഇഷ്ടമുള്ള പറയാ. ഇവിടെ വന്ന് തർക്കം ഉണ്ടാവരുതെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ഓരോ കെട്ടം മണിക്ക് വേണ്ടി ഞാൻ തേക്കണ ശരിയല്ലാന്ന് പറഞ്ഞ് ഓരോ എഞ്ചിനീയർമാർ വന്ന് അപ്പനും അമ്മയ്ക്കാണ് വിളിക്കുന്നത്. എന്റെ കൊച്ചിന് എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ അവിടെ മുതൽ മാഞ്ഞായിട്ട് തേക്കണം നോക്കാൻ ഞാൻ നിൽക്കണേ. അറിയോ, ഒരു അപ്പന് വിളി കേൾക്കാതെ ഏതൊരു മേഖലയ്ക്ക് ആഗ്രഹമുള്ള എന്നിട്ട് അമ്മ ഡോക്ടർ ആക്കുന്നു. നിങ്ങൾ വല്ല കെട്ടിടത്തിന് മേളിൽ വീണാലേ ആര് ചികിത്സിക്കും? അതിന് വേണ്ടി എന്റെ കൊച്ചിനെ ഡോക്ടർ ആക്കും. എഞ്ചിനീയർ ആക്കുമോ? എന്റെ അഭിപ്രായത്തിൽ ഡോക്ടർ അല്ല എഞ്ചിനീയർ, പിന്നെ പോലീസ് ആക്കണം. എന്നാൽ നിങ്ങൾ സംഘർഷം ഇവിടെ നിർത്തേണ്ടി വരും. എനിക്കൊരു പേഴ്സണൽ മാറ്റർ പറയാനുണ്ട്. ഇങ്ങനെയുള്ള പാരന്റ്സിന് പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള പാരന്റ്സിനെ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. ഇത് ബാക്കിയുള്ള കുട്ടികളെ ബാധിക്കും. അത് കാരണം പറ്റില്ല. ലോക്കൽസ് ആണ് സർ. വേണ്ട സർ, ഇവര് വേണ്ട സർ. അപ്പൊ പറഞ്ഞു മനസ്സിലായി. അച്ഛന്റെയും അമ്മയുടെയും രീതി അനുസരിച്ചിരിക്കും മക്കളുടെയും. അല്ല, എന്റെ വിദ്യാഭ്യാസം 7ാം ക്ലാസ് വരെ പഠിച്ചല്ലേ? സെയിം പേജ്. ഞാനല്ല അച്ഛൻ. അയ്യോ, വിദ്യാഭ്യാസം വേണം. ഇല്ലാത്ത കുട്ടികളെ ഇവിടെ അഡ്മിഷൻ ആക്കി. എന്നാ ഞാൻ കാര്യം പറട്ടെ, എന്നെ ആദ്യം ഒരു അഡ്മിഷൻ ഒന്നും ഇവിടെ പഠിപ്പിക്കാവുണ്ട്. എന്നെ 10ാം ക്ലാസ് ആയതിനു ശേഷം കൊച്ചിനെ കൂട്ടി. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. വെരി ഗുഡ്. അപ്പൊ 2 അഡ്മിഷൻ ആയാലും നമുക്ക് പാരന്റ്സിന്റെ എഡ്യൂക്കേഷൻ കൂടി നോക്കണം. എന്നാലേ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതെ അതെ, വിദ്യാഭ്യാസം വേണം. അല്ലാതെ നടക്കൂല. ഇനി കുട്ടിക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലല്ലോ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. മോളെ, മോൾക്ക് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാലോ അല്ലേ? അറിയാലോ. ദേവസ്വയുടെ സ്കൂളാണ്, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. വവ്വൽസിനെ കുറിച്ചൊക്കെ അറിയോ? അത് പറയേണ്ട കാര്യമുണ്ടോ? കുഞ്ഞുനാൾ പോലെ പറയും വവ്വാല്, പാറ്റ, ഞണ്ട്, ഓമ്പ്, അരണ, ഉറുമ്പ്, അതുപോലുള്ള എല്ലാ സാധനവും കുഞ്ഞുനാളെ മുതൽ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് മാത്രമല്ല ഈ കൊച്ചിന് ഭയങ്കര പേടിയായിരുന്നല്ലേ ഇതൊക്കെ കാണിച്ചിട്ടാണ് കളിക്കാറുണ്ട്. ഞാൻ പറയും വവ്വാല് വരും, വവ്വാന്ന് പറയുമ്പോ പേടി തകർത്ത് കയറും. അതൊക്കെ അറിയാം. ആ വവ്വൽസ് അല്ല. മോൾക്കറിയോ വവ്വൽസിനെ കുറിച്ച്? അറിയാം. അയ്യോ, എന്റെ അമ്മ അതല്ല. അയ്യോ, AEIOU അതാണ് വവ്വൽസ്. അതാണ് മാം ചോദിച്ചത്. വെരി ഗുഡ്. അതാണ് വവ്വല്. അല്ലാതെ ഈ വാഴയുടെ കൂമ്പിൽ നിന്നൊക്കെ തേൻ കുടിക്കുന്ന പൂങ്കിടക്കുന്ന വവ്വലല്ല. അതല്ല അല്ലേ? കൽവെളിയുള്ള അതല്ല. AEIOU വവ്വൽസ്. തേങ്കമ്പിയില് കണ്ടടിച്ചിറങ്ങും അതുമല്ലേ? അല്ല സർ, കുട്ടിക്ക് നിലവാരം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് സിലബസ് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇല്ല മാറ്റില്ല, എനിക്ക് പൈസ ഇല്ല. ആ ബസ് തന്നെ ഓടിയത്, മറ്റേ ബസ് ഓടുന്ന ശരി കാര്യം. പൈസ ഇല്ല, ബസ് മാറ്റിട്ട് എന്ത് അല്ലേ? അല്ല, അങ്ങനെ ബസ് മാറ്റുവാണെങ്കിൽ ബസ് മാറ്റുന്നതിന് നിങ്ങളുടെ കണ്ണ് കാണാൻ പാടാത്ത ഡ്രൈവറെ ഒന്ന് മാറ്റും. ബസ് മാറ്റില്ല മാഡം പറയരുത്. പൈസ ഇല്ല, ബസ് മാറ്റില്ല. അതല്ല ഞാൻ സിലബസ്. ഓക്കെ എന്തായാലും ആക്കട്ടെ. കുട്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ കഴിവുകൾ വല്ലതും ഉണ്ടോ? കഴിവുണ്ടോന്നോ? ഭയങ്കര കഴിവല്ലേ നമുക്ക്. ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്ത കഴിവാ. ഇവിടെ എഴുതുന്നത് ഇവക്കല്ലാതെ വേറെ കുഞ്ഞിനും വായിക്കാൻ പറ്റില്ല. എന്നാ കഴിവറിയാവോ? കുത്തിയിരുന്നു നോക്കി എന്നെ സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും പഞ്ചായത്ത് മെമ്പർ പറയാമോ? അത് മാത്രമല്ല മിസ്സേ, ഒരു 5 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും കൊടുത്ത് നോക്ക്. 3 മിനിറ്റ് തികച്ചെടുക്കത്തില്ല. അതിന് മുമ്പേ തീർത്ത്. അത് വേറെ കഴിവ്. അതെന്റെ അല്ലാണ്ടോ ഇവിടെ വീട്ടുകാരുടെ കഴിവാണ്. കഴിവല്ല. ഞാൻ പറയാം, അതിന് എന്റെ സാറിന്റെ വീട്ടിലേക്ക് ഒന്ന് വന്ന് നോക്കിയേ. സോപ്പ് പൊട്ടിയും സ്റ്റീൽ ഗ്ലാസും തട്ടി നടക്കാൻ പാടില്ല. കാരണം ആ പഞ്ചായത്തിലെ എല്ലാ തീറ്റ മത്സരത്തിലും ഉള്ള വസ്തു കഴിവിന്റെ കാര്യത്തിൽ ഇവിടെ വലിയ തൊഴിൽ വേറെ ആരും. പിന്നെ വേറൊരു കാര്യം അറിയാലോ, ഞാൻ ഈ സ്കൂളിലെ 1 and only അഡ്മിനിസ്ട്രേറ്റർ.
ഞാൻ പറയട്ടെ, ഈ സാറ് വണ്ണാൻപുള്ളി അല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള സാധനം സാറ് പറയുന്നില്ല. ഞാൻ വന്നപ്പോൾ പോലും ശ്രദ്ധിക്കുന്ന സാർ അത് പറയുന്നില്ല. അത് ആ മാടാ പറയണത്. അത് ഞാൻ പുറത്തുനിന്ന് പഠിച്ചത്, അതുകൊണ്ട് ചില വാക്കുകൾ എനിക്ക് എടുത്തു. ഓ, അമേരിക്കയിൽ കിട്ടുന്ന പഠിച്ച ആളാ? അതല്ല, സ്കൂളിൽ നിന്ന് പുറത്തുനിന്ന്, ക്ലാസ്സിന് പുറത്തുനിന്ന് ആ ചില വാക്കുകൾ പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടാം. ഓക്കെ മാം, താങ്ക് യു. ഒരു കാര്യം പറയട്ടെ, ആ സാധനം ഞങ്ങൾ എടുക്കാട്ടോ. എന്ത് ഇപ്പൊ പറഞ്ഞ വെയിറ്റിംഗ് ലിസ്റ്റ് എടുക്കുന്നു പറഞ്ഞു. നമ്മളെ ഒരു ചെറിയ സാധനം എന്നെ കൊണ്ട് പറ്റുന്ന എടുത്താ പറയാം. എന്ത് വെയിറ്റ് മറ്റേ എടുക്കുന്നു പറഞ്ഞ വെയിറ്റ് ലിഫ്റ്റ് അല്ല, ജിമ്മി പോയിട്ട് ലിഫ്റ്റ് എടുക്കാം നമുക്ക്. അല്ല വേണ്ട ഏട്ടാ, ഞാനും പറഞ്ഞു എടുക്കാം. ചെറുത് എടുക്കാം. ഞങ്ങൾ രണ്ടുപേരും ലിഫ്റ്റ് എടുത്തേക്കാം. ഈ ലിഫ്റ്റ് എടുക്കുമ്പോൾ നടു കൊടുക്കാൻ നോക്കണം. ഫോം അവിടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം സാറെന്താ അവരെ പുറത്താക്കി? സാറെന്താ അവരെ പുറത്താക്കിയത്? വിവരമില്ലാത്തവരെ പുറത്താക്കണം. എന്നെ അങ്ങനെ സ്കൂളിൽ പുറത്ത് കയറുന്നത്. നമുക്ക് അവരെ വെയിറ്റിംഗ് ഹലോ, വേറെ ആളുണ്ട്? Thank you, sir. Okay, welcome. Good morning, sir. Good afternoon. Good evening, sir. Good night. Okay, good night. സാർ അയാൾ ഉള്ളിൽ വിട്ടത് അതാ ഞാൻ അഡ്മിഷൻ വന്ന ആളാ. സാറേ, ഓക്കെ, ഞാൻ MLA കത്തായിട്ട് വന്ന പുറത്തൊരു ബോക്സ് ഉണ്ട്, അവിടെ ഇടുവോ? പോകോ? വെളിയിൽ ബോക്സ് വെച്ചാൽ പോസ്റ്റ്മാൻ ആയിരുന്നോ? പോകോ, പുറത്തു. അതല്ല, ഈ MLA കത്ത് തന്നെ കൊടുത്തില്ലേ? ആ പോസ്റ്റ്മാൻ. അതല്ല, എറണാകുളം MLA ശിബാസ് എന്ന് പറയില്ലേ സാർ? റെക്കമെൻഡേഷൻ. അതെ, മൈ മിസ്റ്റേക്ക്. എനിക്ക് ചെലവാക്കിയിട്ടില്ല. ഓക്കെ. പറ, എന്താണ്, എവിടെ നിന്ന് വരുന്നു? ഞാൻ ശരിക്കും സ്റ്റേറ്റ്സിൽ നിന്നാണ്. ഓ, ഓക്കെ. സാറ്, എന്റെ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടി വന്നത്. കുഞ്ഞിന് LPGയുടെ അഡ്മിഷൻ വേണം. LPGയുടെ അഡ്മിഷൻ വേണം കുഞ്ഞിന്. ഗ്യാസിന്റെ കണക്ഷനാ കൊടുക്കാനുണ്ടോ? അല്ലല്ല, ഗ്യാസല്ല. അതെന്താ അങ്ങനെ? LPG കേട്ടില്ലേ? LPG. ആ ഗ്യാസ്, അതന്നെ ഗ്യാസ്. LPG ULPG ഇല്ലേ? സാറ് LKG ആണ് ഉദ്ദേശിക്കുന്നത്? ഓ, സോറി, മൈ മിസ്റ്റേക്ക്. LKG. മൈ മിസ്റ്റേക്ക്. പുറത്തുനിന്നാണ് വിളിച്ചത്. ഞാൻ പുറത്തുനിന്നാണ് വിളിച്ചത് സാർ. ഞാനും പുറത്തുനിന്നാണ് വിളിച്ചത്. ഓക്കെ. ചില വാക്കുകൾ കിട്ടും. അപ്പോ എങ്ങനെയാണ് വേണ്ടത്? എങ്ങനെയാണ് കാര്യങ്ങൾ പറയൂ. അപ്പൊ നമുക്കത് അഡ്മിഷൻ വേണം. അതിന്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പൈസയുടെ കാര്യത്തിൽ നമുക്ക് നോക്കണ്ട, കെട്ടുകണക്കിന് പൈസ. പക്ഷെ ഞങ്ങൾക്ക് വിഷയമുണ്ട്, പൈസ വേണം. പൈസ വേണം. ഒരുപാട് പൈസ ഉണ്ട്. പൈസയുടെ ഒരു വിഷയമില്ല. ഓക്കെ. അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും മുടക്കാൻ തയ്യാറ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് അഡ്മിഷൻ കൊടുക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. അഡ്മിഷൻ തരണം സാർ. കുട്ടിയെ കാണേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? നമുക്ക് കൊടുക്കാം. അല്ല സർ, കുട്ടിയെ കാണാണ്ട് ശരിയാവില്ല സർ. കുട്ടിയെ കാണണം. കുട്ടി കാണണ്ട, MLA വിളിച്ചു പറഞ്ഞാണോ? MLA കണ്ടിട്ടുണ്ടോ കുട്ടിയെ? MLA കാണിക്കാൻ ഞാൻ കാണിച്ചോളാം. കുട്ടി നാട്ടിൽ ഫേമസ് ആണോ? ഭയങ്കര ഫേമസ് ആണ്. ഞാനൊക്കെ നിങ്ങളെ കുട്ടി അറിയാമോ? എനിക്ക് എത്ര പരിചയമില്ല. വൈഫിന് അറിയാലോ. വൈഫിനറിയാം. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്താ? പറ്റില്ല സർ. വേണ്ട, ഉണ്ടല്ലോ പൈസ. കുട്ടി വിളിക്കും. എല്ലാരെയും ഇന്റർവ്യൂ ചെയ്തിട്ടല്ലേ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അനുസരിച്ച് കുട്ടിയെ വിളിക്കണം. സ്റ്റെഫി. നമ്മുടെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അഡ്മിഷൻ. വിളിക്കൂ, സ്റ്റെഫി വിളിക്കൂ. കുട്ടി വിളിക്കൂ. മോളെ, ഇതാണ് നിന്റെ സ്കൂള്. ഇവിടാണ് നീ പഠിക്കാൻ പോകുന്നത്. ഇതാണ് മാഡം. അതാണ് മാഡം. ഇത് ഇവിടുത്തെ ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ. ഒരു വയറിനുള്ളിൽ തനിക്ക് വട്ടാണോ? വയറിനടക്കണോ? കുട്ടിയും കൊണ്ട് ഗർഭിണിയും കൊണ്ട് ഇവിടെ വരാൻ തനിക്ക് വട്ടാണോ? വയറിനുള്ളിൽ കുട്ടിയായിട്ട് വന്നാൽ എന്താണ് കുഴപ്പം? പിന്നെ ഇവിടെ 5 വർഷമായി. എന്റെ മൂത്ത കുഞ്ഞിന് 5 വയസ്സായി. അതുകൊണ്ട് അന്ന് പോലെ ഞാൻ കയറുന്നത്. ഇന്ന് വരെ അവനൊരു അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഈ കുഞ്ഞിന് ഇപ്പോഴെങ്കിലും ഞാൻ അഡ്മിഷൻ വന്നില്ലെങ്കിൽ ഇത് ജനിക്കുമ്പോഴെങ്കിലും എനിക്ക് അറിയാമോ? താനൊരു കാര്യം ചെയ്യും, ആദ്യം ഇതിനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും. എന്നാ ഇവിടെ അഡ്മിഷൻ ഓക്കെ. അഡ്മിഷൻ ഓക്കെ ആണെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ ഓക്കെ. Hallelujah.
సింహాసనం పై ఆసీనుడవైన గొప్ప దేవుడా నీవే నా దేవుడవని కీర్తింతును తేజోమయుడ రక్షణకర్త నీవే నా దేవుడవని గణపరతును యేసే మార్గం యేసే సత్యం యేసే జీవం యేసే సర్వం యేసే మార్గం యేసే సత్యం యేసే జీవం యేసే సర్వం సాధ్యం కానిదే ఉన్నది నీ యందు విశ్వాసం నాకున్నది సాధ్యం కానిదే ఉన్నది నీ యందు విశ్వాసం నాకున్నది నన్నెన్నడూ విడవలేవు, నీ ప్రేమే నాకు నిత్య జీవము నన్నెన్నడూ విడవలేవు, నీ వాక్యమే నాకు ఆధారం యేసే Obstacles and obstacles, but cause he's the mole and he never hesitates to come to me. Give everything we had to him. It went pen and hard breaks, but he's the reason to it. Give it to my God, yeah. యేసే మార్గం యేసే సత్యం యేసే జీవం యేసే సర్వం 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 നിന്റെ മുറിവുണക്കാനാണ് അവൻ മുറിവേറ്റത്. നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായാണ് അവൻ പീഡനമേറ്റത്. ഈശോയെ, എനിക്ക് വേണ്ടി നീ അനുഭവിച്ച സഹനങ്ങളെക്കുറിച്ച് ഓർത്ത് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ.
பேரை ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ പാടെ ശ്രദ്ധിക്കുന്നുണ്ടോ അവൾ ഇവളത് സ്റ്റൈല സന്തന വേല ഇവൾ മന്മത പുയല അടടാ പൂവിൻ മാനാടാ അഴകത്ത് ഇവൾ താൻ തായ്നാടാ അഴകിയ വേല അവൾ ഇവളത് സ്റ്റൈല സന്തന വേല ഇവൾ മന്മത പുയല അടടാ പൂവിൻ മാനാടാ അഴകത്ത് ഇവൾ താൻ തായ്നാടാ.
ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ സർവശക്തൻ എൻ്റെ രക്ഷയല്ലോ. അങ്ങെന്റെ സങ്കേതം തലമുറ തലമുറയായി. നീ മയങ്ങുകയില്ല, നീ ഉറങ്ങുകയില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകയില്ല, നീ ഉറങ്ങുകയില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. തമ്പുരാൻ വിളിച്ചു നമ്മളെ തെയ്യാരോ. ചിന്തകൾക്കപ്പുറം പാറിപ്പറക്കണ സ്നേഹത്തിൻ സാന്നിധ്യം തെയ്യാരോ. ാണ് എന്റെ ചങ്കാണെന്റെ യേശു. ാണ് എന്റെ ചങ്കാണെന്റെ യേശു. എന്നാ പറയാനാന്നേ, എന്നാ പറയാ, എന്താ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ
രംഗച്ചടം കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും.
Sweet
ഉന്നതരെ നിന്റെ
വെണ്ണിലവ് തൊട്ട് മുത്തമിടാസേ എന്നെ இந்த ഭൂമി சுற்றி வராசே சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிடாசே என்னை இந்த பூமி சுற்றி வராசே சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை சேற்றுவலாடி நாற்று நட ஆசை மீன் பிடித்து மீண்டும் ஆற்று விட ஆசை வானவில்லை கொஞ்சம் உடுத்து கொள்ள ஆசை பனித்துளிகள் நானும் படுத்து கொள்ள ஆசை சித்திரத்து மேலே சேர கட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த സെമിനാരി വിദ്യാർത്ഥികൾ, മറ്റ് വൈദികർ, കാരുണ്യഭവനിലെ സിസ്റ്റേഴ്സ്, കോർഡിനേറ്റർ മാത്യു യൂട്യൂബ് ചാനലുണ്ടാവേ. അനശ്വരനായ തമ്പുരാനെ ആരാധനയ്ക്കേറ്റം യോഗ്യനായവനെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തമ്പുരാനെ അങ്ങേ സന്നിധിയിൽ കാഴ്ചകൾ അങ്ങേ സന്നിധിയിൽ
കാഴ്ചകൾ